അല്ല, ഈ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഈ സണ്ണി ജോസഫ് വരാനുണ്ടായിരുന്ന ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കരകൂലിലേക്ക് പോകണം. സിറോ മലബാർ സഭയുടെ ഏറ്റവും വിശ്വസ്തൻ എന്ന നിലയിലാണ് സണ്ണി ജോസഫിലേക്ക് ഈ KPCC അധ്യക്ഷ സ്ഥാനം വന്ന് പതിച്ചത് നമ്മൾ കാണണം. യഥാർത്ഥത്തിൽ സണ്ണി ജോസഫ് തന്നെ ഭയന്നു പോയിട്ടുണ്ടാവും. പിന്നീട് 3 തവണ അവിടെ മത്സരിക്കുകയും 3 തവണ വിജയിക്കുകയും ചെയ്തതോടുകൂടി സണ്ണി വക്കീൽ മലയോര മേഖലയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് എന്നുള്ള രീതിയിലേക്ക് മാറി. കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കാൻ വേണ്ടി 5 വർഷം മുന്നേ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കാൻ വേണ്ടി MLA മാരുമായിട്ട് AICC നേതൃത്വം നടത്തിയ ചർച്ചയിൽ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ VD സതീശൻ പ്രതിപക്ഷ നേതാവ് വരട്ടെ എന്നായിരുന്നു. അധികാരം കിട്ടുകയാണെങ്കിൽ VD സതീശനാണ് മുഖ്യമന്ത്രി എന്ന് ഇദ്ദേഹത്തിന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ഇവർ തമ്മിൽ ഇക്വേഷൻ കറക്റ്റാണ്, കെമിസ്ട്രി കറക്റ്റാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. രാജേട്ട നമസ്കാരം. രാജേട്ട, നമ്മൾ ഈ KPCC പ്രസിഡന്റുമാർ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിൽ എനിക്ക് പരിചിതമായിട്ടുള്ള ഒരു അറിയാവുന്ന KPCC പ്രസിഡന്റുമാരെന്ന് പറഞ്ഞാൽ വയലാർ രവി തുടങ്ങിയുള്ള വയലാർ രവി തെരഞ്ഞെടുപ്പിലൂടെയാണ് AK ആന്റണിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് KPCC പ്രസിഡന്റായിട്ട് വരുന്നത്. അതിനുശേഷം പിന്നീട് ഇങ്ങനെ K മുരളീധരൻ തുടങ്ങി, തെന്നല ബാലകൃഷ്ണൻ തുടങ്ങി, MM ഹസൻ തുടങ്ങി, PP തങ്കച്ചൻ മുതൽ രമേശ് ചെന്നിത്തല വഴി, K സുധാകരൻ വഴി, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരൻ, ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ നമ്മുടെ സണ്ണി ജോസഫ് എന്ന് പറയുന്നൊരു KPCC പ്രസിഡന്റ്. അവനവൻ ഇരിക്കേണ്ടടുത്ത് അവനവനെ ഇരുന്നില്ലെങ്കിൽ അവിടെ വേറെ ആരെങ്കിലും കയറിയിരിക്കും എന്ന് ഓർമ്മിപ്പിക്കത്തക്ക രീതിയിലാണ് സണ്ണി ജോസഫിൻ്റെ ചില പ്രസ്താവനകൾ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ KPCC പ്രസിഡന്റ് തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കത്തിൽ, അതായത് UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്ന വിഷയത്തിൽ കയറി അഭിപ്രായം പറയുന്നു എന്ന് പറയുമ്പോഴത്തെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. കാരണം എന്താണ് സണ്ണി ജോസഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പോൾ നിലവിലത്തെ തെരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാരല്ലാതെ മറ്റാരെങ്കിലും മുഖ്യമന്ത്രിയാകുമോ എന്ന ചോദ്യത്തിന് അതിന് സാധ്യതയില്ലായികയില്ല എന്ന് പറയുന്ന ഒരു KPCC പ്രസിഡന്റ് എങ്ങനെ ഈ പാർട്ടിയെ കേരളത്തിൽ മുമ്പോട്ട് നയിക്കും? അല്ല, ഈ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഈ സണ്ണി ജോസഫ് വരാനുണ്ടായിരുന്ന ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കരകൂലിലേക്ക് പോകണം. കേരളത്തിൽ, മധ്യ കേരളത്തിൽ ക്രിസ്ത്യൻ വിഭാഗം, കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു UDF-ന് എക്കാലത്തും സംരക്ഷണം നൽകുകയും പിന്തുണ നൽകുകയും ചെയ്യുന്ന ഒരു വിഭാഗം എന്ന് പറഞ്ഞത് ക്രിസ്ത്യൻ വിഭാഗമായിരുന്നു. ഈ ക്രിസ്ത്യൻ വിഭാഗം വിട്ടുപോയതാണ് കഴിഞ്ഞ തവണ അധികാരത്തിൽ തിരിച്ചെത്താൻ കഴിയാതെ പോയതെന്നും അതുകൊണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തെ കോൺഗ്രസിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു ക്രിസ്ത്യാനിയെ കൊണ്ടുവരിക എന്ന കനകോലുവിൻ്റെ നിർദ്ദേശമാണ് യഥാർത്ഥത്തിൽ കറങ്ങിത്തിരിഞ്ഞ് ഈ KPCC അധ്യക്ഷ സ്ഥാനം സണ്ണി ജോസഫിലെത്തിയെന്ന് നമുക്കറിയാം. പലരെയും പരീക്ഷിക്കുന്നു, പല വിഭാഗങ്ങളെ വെക്കുന്നു, ആന്റോ ആന്റണിയിലേക്ക് എത്തുന്നു. ആന്റോ ആന്റണി ആണ് എന്നും അദ്ദേഹത്തിന് ഡൽഹിയിൽ പ്രഖ്യാപിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഏറ്റവും ആന്റോ ആന്റണിക്ക് അതിലേക്ക് വരാൻ പറ്റാത്ത വേറെ ചില സാഹചര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ സിറോ മലബാർ സഭയുടെ ഏറ്റവും വിശ്വസ്തൻ എന്ന നിലയിലാണ് സണ്ണി ജോസഫിലേക്ക് ഈ KPCC അധ്യക്ഷ സ്ഥാനം വന്ന് പതിച്ചത് നമ്മൾ കാണണം. യഥാർത്ഥത്തിൽ സണ്ണി ജോസഫ് തന്നെ ഭയന്നു പോയിട്ടുണ്ടാവും. കാരണം ഇത്രയും പ്രഗത്ഭന്മാരും ഏറ്റവും വലിയ നേതാക്കന്മാരൊക്കെ ഇരുന്ന ആ കസേരയിൽ തനിക്ക് ഇരിക്കാൻ പറ്റുമോ എന്ന് ഒരു വേള അദ്ദേഹം ചിന്തിച്ചു പോയിട്ടുണ്ടാകും. പക്ഷേ എന്നാൽ പോലും വന്ന് ഭവിച്ചത് എന്തായാലും മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ഒരു തീരുമാനമായി അദ്ദേഹം ആ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നു. ഈ K സുധാകരൻ വലിയ തലവേദനയായി മാറുന്നു സതീശന്. ഏതു വിധേനയും അദ്ദേഹത്തിന് ഈ KPCC അധ്യക്ഷനുമായി സഹകരിച്ചു പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്നു. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും നിരന്തരമായി വാക്പോരിലേക്ക് ആടുന്നു. അവർ കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ലാതായ ഒരു സാഹചര്യത്തിലാണ് AICC ഈ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അതായത് 4ാം വർഷം, അതായത് LDF-ന്റെ 4ാം വർഷത്തിൽ തന്നെ ഈ UDF-ന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും ഉന്നത നേതാക്കന്മാരെല്ലാം ഒരു തീരുമാനം എടുത്തിരുന്നു. ഇനി വരാൻ പോകുന്ന ഒരു വർഷക്കാലം UDF-നെയും അതുപോലെ തന്നെ കോൺഗ്രസിനെയും ശക്തിപ്പെടുത്തുകയും അത് നഷ്ടപ്പെട്ട മണ്ഡലങ്ങളെല്ലാം തിരിച്ചു പിടിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് തിരിച്ചെത്താൻ വേണ്ടിയുള്ള തീവ്ര ശ്രമം. AICC നിർദ്ദേശം കൊടുത്തിരുന്നത് ഒരു തരത്തിലുള്ള വിഭാഗീയതയും ഇനി പാടില്ലെന്നും ഒറ്റ ലക്ഷ്യത്തോടു കൂടിയായിരിക്കണം ഇനി കേരളത്തിലെ കോൺഗ്രസ് മുന്നോട്ട് പോകേണ്ടതെന്നും അത് സണ്ണി വക്കീലും ഇനി VD സതീശനും ചേർന്നുകൊണ്ട് വളരെ ഐക്യത്തോടുകൂടി കൊണ്ടുപോകും എന്നായിരുന്നു AICC-ന്റെ പ്രഖ്യാപനം. ഭരണം മാത്രമായിരിക്കും ലക്ഷ്യം എന്നൊരു ലക്ഷ്യ ക്യാമ്പിലുള്ള വലിയ പ്രഖ്യാപനമായിരുന്നു നമ്മൾ അറിയണം. വയനാട്ടിൽ നടന്ന ലക്ഷ്യ ക്യാമ്പിൽ അങ്ങനെയാണ് ഗ്രൂപ്പുകളൊന്നും ഇല്ലാതെ തന്നെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമെന്നും പ്രവർത്തന മികവായിരിക്കും ഇനി സ്ഥാനങ്ങൾ ലഭിക്കാനുള്ള ഏക വഴി എന്നും പ്രഖ്യാപിച്ചു. ഇപ്പോൾ സണ്ണി ജോസഫിൻ്റെ ഒരു ചരിത്രം എടുത്ത് നോക്കി. അദ്ദേഹം KSUയുടെ കോൺഗ്രസിലെത്തിയ
നേതാവാണ്. അദ്ദേഹം ആദ്യകാലത്ത് ആന്റണി കോൺഗ്രസിനോട് ആഭിമുഖ്യം പുലർത്തിയിരുന്ന ആളാണ്. പേരാവൂരിൽ പണ്ട് KP നൂറുദ്ദീനായിരുന്നു MLA. അദ്ദേഹം ഒരു തവണ വനം വകുപ്പ് മന്ത്രിയായിട്ടുണ്ട്. KP നൂറുദ്ദീൻ സ്ഥിരമായി, അതായത് A ഗ്രൂപ്പിന്റെ കുത്തക മണ്ഡലം എന്നുള്ള രീതിയിലായിരുന്നു പേരാവൂർ അറിയപ്പെട്ടിരുന്നത്. പണ്ട് എൻ്റെ ഓർമ്മയിൽ KP നൂറുദ്ദീൻ ഒരിക്കൽ UDFന്റെ സ്ഥാനാർത്ഥിയും പിന്നെ LDF ആന്റണി വിഭാഗം LDFനൊപ്പം ചേർന്നപ്പോൾ അതേ മണ്ഡലത്തിൽ തന്നെ അദ്ദേഹം ആന്റണി കോൺഗ്രസിന്റെ പിന്നെ പ്രതിനിധിയായിട്ട് അവിടെ മത്സരിക്കുകയും 2 തവണ അദ്ദേഹം ജയിക്കുകയും ചെയ്തൊരു ചരിത്രം കൂടിയുണ്ട്. അങ്ങനെ A ഗ്രൂപ്പിന് വലിയ സ്വാധീനമുള്ള പ്രദേശം കൂടിയാണ് പേരാവൂർ, പഴയ പേരാവൂരും ഇപ്പോഴത്തെ പേരാവൂരും. പക്ഷേ അതിലുണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് കണ്ണൂരിൽ നമുക്ക് ഓർമ്മയുണ്ടാവും, ഏറ്റവും അവസാനത്തെ KPCC ഇലക്ഷൻ സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത്, ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് 2 ഗ്രൂപ്പിലും പെടാത്ത മൂന്നാമതൊരു ഗ്രൂപ്പ് അവിടെ രൂപം കണ്ടു. അതിനൊരു കാരണം എന്ന് പറയുന്നത് K. സുധാകരൻ എന്ന് പറയുന്നത് പഴയ സോഷ്യലിസ്റ്റ് പിന്നെ ജനതാ പാർട്ടിയിലൂടെ വന്ന് ഗോപാലൻ ജനത, കമലൻ ജനത എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ പുതിയ തലമുറക്ക് അത് ഓർമ്മയുണ്ടാവില്ല. ഈ കമലൻ ജനത പിന്നീട് തിരിച്ച് കോൺഗ്രസ് ലയിച്ചപ്പോൾ അങ്ങനെ കോൺഗ്രസിന്റെ ഭാഗമായി മാറിയ സുധാകരനെ അവിടെ 2 ഗ്രൂപ്പുകളും അടുപ്പിക്കലായിരുന്നു. അപ്പൊ ഇവിടെ സുധാകരൻ KSU ആണെന്നും പറയുന്നുണ്ടല്ലോ. അല്ല, KSU എന്ന് പറയുന്നത് അത് ഈ പിന്നെ സംഘടനാ കോൺഗ്രസിന്റെ KSU ആണ്. സംഘടനാ കോൺഗ്രസ് അപ്പൊ യഥാർത്ഥത്തിൽ അന്ന് അദ്ദേഹം കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ KSU എന്ന് പറഞ്ഞൊരു സാധനമായിരുന്നു. അപ്പൊ സംഘടനാ കോൺഗ്രസിന്റെ നേതാവായിട്ടാണ് അദ്ദേഹം വളർന്നു വന്നത്. പിന്നീടാണ് അവർ കമലൻ ജനതയുടെ കൂടെ പോകുന്നതൊക്കെ. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് അദ്ദേഹം വീണ്ടും കോൺഗ്രസിൽ എത്തിയപ്പോൾ A ഗ്രൂപ്പുകാരും I ഗ്രൂപ്പുകാരും ഇദ്ദേഹത്തെ സ്വീകരിക്കില്ലായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നത്. അന്ന് നമുക്കറിയാം, സ്റ്റേറ്റ് ലെവലിൽ തന്നെ അന്നൊരു തിരുത്തൽവാദി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഷാനവാസ്, ഈ രമേശ് ചെന്നിത്തലയൊക്കെ ചേർന്നുള്ള ഒരു KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള KC വേണുഗോപാൽ അന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ്. പക്ഷെ ഇവർ മുതിർന്ന കോൺഗ്രസിന്റെ അന്ന് കാർത്തികൻ അടക്കമുള്ള നേതാക്കന്മാരൊക്കെ ഒരു തിരുത്തൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ K. സുധാകരൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ മാത്രമായി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. അദ്ദേഹം എന്നിട്ട് ഈ കണ്ണൂർ DCC പിടിക്കാൻ വേണ്ടി തീരുമാനിക്കും. അന്ന് SR ആന്റണി ആയിരുന്നു ഈ കോൺഗ്രസിന്റെ നേതാവ്. അത് കോൺഗ്രസ്സുകാരനായിരുന്നു അദ്ദേഹം. അങ്ങനെ SR ആന്റണിയെയും എൻ രാമകൃഷ്ണനൊക്കെ ആയിരുന്നു അന്നത്തെ നേതാവ്. പിന്നെ മന്ത്രിയൊക്കെ ആയിരുന്നു. അത് അദ്ദേഹം K. കരുണാകരന് വളരെ വിശ്വസ്തനായിരുന്നു എന്ന് കൂടി നമ്മൾ ആലോചിക്കണം. പക്ഷേ അവിടെ പിന്നീട് സുധാകരൻ സംഘടനാ തെരഞ്ഞെടുപ്പിൽ DCC പ്രസിഡന്റ് ആവുന്നു. ഈ കാലത്താണ് സണ്ണി വക്കീൽ എന്നറിയപ്പെട്ടിരുന്ന, സണ്ണിച്ചായ എന്നും സണ്ണി വക്കീൽ എന്നറിയപ്പെട്ടത്. അദ്ദേഹം വളരെ മട്ടന്നൂർ ആയിരുന്നു പ്രാക്ടീസ് ചെയ്തത്. മട്ടന്നൂർ കോടതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ഓഫീസൊക്കെ ഇട്ട് അവിടെ എത്തിച്ചിരുന്ന കോൺഗ്രസ് പ്രവർത്തകനാണ്. അതേസമയം മുഴുവൻ സമയം വക്കീലും കൂടിയായിരുന്നു. അദ്ദേഹം ഡെയിലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന വക്കീൽ കൂടിയായിരുന്നു അന്ന്. വക്കീൽ പ്രാക്ടീസിന് ശേഷമുള്ള കോൺഗ്രസ് പ്രവർത്തനം മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം കോൺഗ്രസിൽ സുധാകരന്റെ ഒപ്പം നിൽക്കുകയും രണ്ടാമനായി മാറുകയും, അതായത് സുധാകരന്റെ ഏറ്റവും വിശ്വസ്തനായി മാറുകയും ചെയ്യുന്നു. ഈ സമയത്ത് അവിടെ നിരവധിയായ പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണെന്ന് ആലോചിക്കണം. നിരന്തരം എല്ലാ ദിവസവും പ്രശ്നങ്ങൾ, സംഘർഷവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് എക്കാലത്തും കോൺഗ്രസിലെ ഒരു വിഭാഗമായിട്ടും സുധാകരന്റെ പ്രശ്നങ്ങളുണ്ട്, CPM-ഉമായിട്ട് നിരന്തരമായി പോരാടിക്കൊണ്ടിരുന്നു. പ്രശ്നമില്ല. അല്ല, RSSലേക്ക് നമുക്ക് വരാത്. പിന്നെ അങ്ങനെ അദ്ദേഹം വളരെ ശക്തമായൊരു പിന്നെ നേതാവായി അവിടെ മാറുകയും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനൊക്കെ ആളുകൾ കൂടുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സമയത്ത് സുധാകരന്റെ പിന്നിൽ നിന്നുകൊണ്ടാണ് സണ്ണി വക്കീൽ യഥാർത്ഥത്തിൽ ഒരു അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവായി മാറുകയും മലയോര മേഖലയിൽ കുറച്ചും കൂടി സ്വാധീനമുള്ള നേതാവൊക്കെ മാറി. പിന്നെ നൂറുദ്ദീൻ യുഗം കഴിഞ്ഞു. പിന്നീട് AD മുസ്തഫ വന്നു. അങ്ങനെ AD മുസ്തഫ ഒരിക്കൽ ജയിക്കുകയും ഒരിക്കൽ ടീച്ചറോട് KK ശൈലജ പരാജയപ്പെടുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ A ഗ്രൂപ്പിന്റെ കയ്യിലുണ്ടായിരുന്ന സീറ്റ് പിന്നീട് സുധാകരന്റെ ശക്തമായ ഇടപെടലൂടെ ഈ സണ്ണി വക്കീലിന്റെ കയ്യിലേക്ക് വരികയാണ്. അങ്ങനെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ KK ശൈലജ തന്നെയായിരുന്നു സ്ഥാനാർത്ഥി. KK ശൈലജ അവിടെ പരാജയപ്പെടുന്നു, സണ്ണി വക്കീൽ അവിടെ ജയിക്കുന്നു. ഇതോടുകൂടിയാണ് സണ്ണി വക്കീലിന്റെ ശരിക്കും പറഞ്ഞ കരിയർ ആരംഭിക്കുന്നത്. പിന്നീട് 3 തവണ അവിടെ മത്സരിക്കുകയും 3 തവണ വിജയിക്കുകയും ചെയ്തതോടുകൂടി സണ്ണി വക്കീൽ മലയോര മേഖലയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് എന്നുള്ള രീതിയിലേക്ക് മാറുന്നു. ഇതിനിടയിൽ അദ്ദേഹത്തിന്റെ ഈ DCC പ്രസിഡന്റ് ആവുന്ന ഒരു ചരിത്രം കൂടിയുണ്ട്. അതായത് ഇദ്ദേഹത്തിന്റെ സുധാകരന്റെ ഏറ്റവും വിശ്വസ്തനായ സണ്ണി വക്കീല് സുധാകരൻ മന്ത്രിയായപ്പോൾ ഈ DCC അധ്യക്ഷ സ്ഥാനം ആരെ ഏൽപ്പിക്കുമെന്ന് സുധാകരൻ 2 വട്ടം ആലോചിക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന് ഏറ്റവും വിശ്വസനായ സണ്ണി വക്കീലിനെ അവിടെ DCC അധ്യക്ഷനായിട്ട് സ്വയം പ്രഖ്യാപിക്കുകയാണ് ഇദ്ദേഹം. അതിനാർക്കും എതിർപ്പ് പോലും പ്രകടിപ്പിക്കാൻ ഒരു സാഹചര്യം പോലും കൊടുക്കാതെ സണ്ണി വക്കീലിനെ അദ്ദേഹം അവിടെ. അപ്പൊ അതിന് തമാശയായിട്ട് നമ്മൾ പറയായിരുന്നു. കാരണം അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയലളിത, തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത ജയിലിൽ പോകുമ്പോൾ
ഏറ്റവും വിശ്വസ്തനായ ഏറ്റവും ആരാധനയോട് മാത്രം കണ്ടിരുന്ന ഒറ്റ മന്ത്രിമാരിൽ ഒരാൾ മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. അത് പനീർ സെൽവമായിരുന്നു. അങ്ങനെ പനീർ സെൽവത്തെയാണ് മുഖ്യമന്ത്രിയായിട്ട് ഏൽപ്പിക്കുന്നു. മുഖ്യമന്ത്രി കസേരയിൽ അദ്ദേഹം ഇരുന്നിട്ടേ ഇല്ല. അദ്ദേഹം അതിനപ്പുറത്തേക്ക് മറ്റൊരു സീറ്റ് ഉണ്ടാക്കി അവിടെ ഇരിക്കുകയും ജയലളിത എപ്പോഴും ഒരു ഫോട്ടോ ഈ ചെയറിൽ വെച്ചിട്ട് വളരെ ഭയഭക്തി ബഹുമാനത്തോടു കൂടി ഭരിക്കുകയും ചെയ്ത ഒരു മുഖ്യമന്ത്രിയാണ് പനീർശെൽവം. നമ്മൾ തമാശയായിട്ട് അന്ന് മാധ്യമപ്രവർത്തകരൊക്കെ പറയായിരുന്നു, ഈ സുധാകരന്റെ പനീർശെൽവമാണ് ഈ സണ്ണി വക്കീൽ എന്ന്. അങ്ങനെ സണ്ണി ജോസഫിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുന്നത് അതാണ്. പിന്നെ ഈ എങ്ങനെയാണ് ഈ മറ്റൊരു സണ്ണി വക്കീലിന് മറ്റൊരു മുഖം കൂടി കാണേണ്ടത്. അദ്ദേഹം രണ്ട് ഗ്രൂപ്പിലും ഇല്ലാത്ത ആളായിരുന്നെങ്കിൽ പോലും കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കാൻ വേണ്ടി 5 വർഷം മുന്നേ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കാൻ വേണ്ടി MLA-മാരുമായിട്ട് AICC നേതൃത്വം നടത്തിയ ചർച്ചയിൽ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ VD സതീശൻ പ്രതിപക്ഷ നേതാവ് വരട്ടെ എന്നായിരുന്നു. അന്ന് തുടങ്ങിയ ഒരു ബന്ധമുണ്ട്. VD സതീശനുമായിട്ടുണ്ടായ ഒരു ആത്മബന്ധത്തിന്റെ ഒരു ചരിത്രമാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ VD സതീശനുമായിട്ട് ഇദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ടായി എന്നുള്ളത് കൊണ്ടാണ് ഇദ്ദേഹം KPCC അധ്യക്ഷനാവാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ VD സതീശൻ അതിനെ ശക്തമായി പിന്തുണച്ചത് എന്നുള്ളത് കൂടി കാണണം. ഇപ്പോഴും നമ്മൾ കാണേണ്ടത് എന്തുകൊണ്ടാണ് ഇദ്ദേഹം സുധാകരൻ പിന്നീട് കണ്ണൂരിൽ മത്സരിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം എടുത്തതെന്ന് വെച്ചാൽ ഒരു അപകടം കൃത്യമായി മണത്തുകൊണ്ടാണെന്ന് പറയാം. അദ്ദേഹത്തിന്റെ VD സതീശനും ഇദ്ദേഹവും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ദീർഘകാലമായി ബന്ധമുണ്ടെങ്കിൽ പോലും ഈ കഴിഞ്ഞ ഒരു 8 മാസക്കാലമായി അദ്ദേഹം KPCC അധ്യക്ഷനായതിനു ശേഷം ഈ VD സതീശനായിരിക്കണം മുഖ്യമന്ത്രി, അധികാരം കിട്ടുകയാണെങ്കിൽ VD സതീശനാണ് മുഖ്യമന്ത്രി എന്ന് ഇദ്ദേഹത്തിന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ഇവർ തമ്മിലുള്ള ഇക്വേഷൻ കറക്റ്റാണ്, കെമിസ്ട്രി കറക്റ്റാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് സുധാകരൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സുധാകരൻ കണ്ണൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും VD സതീശന് അനുകൂലമായൊരു നിലപാടായിരിക്കില്ല അദ്ദേഹത്തിന്. കാരണം അദ്ദേഹത്തിന് കുറച്ചും കൂടി അടുപ്പമുണ്ടായിരുന്നത് ഈ രമേശ് ചെന്നിത്തലയായിട്ടായതുകൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായ നിലപാടായിരിക്കും സ്വീകരിക്കുക. അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും അല്ലാത്ത KC വേണുഗോപാൽ ആവട്ടെ എന്ന് ചിലപ്പോൾ തീരുമാനിച്ചേക്കാം. അതുകൊണ്ട് ഇത്തരം ഒരു രാഷ്ട്രീയപരമായ നീക്കം കൃത്യമായി മുന്നിൽ കണ്ടുകൊണ്ടാണ് സുധാകരനെ കണ്ണൂരിൽ ഇദ്ദേഹം ആദ്യം തന്നെ വെട്ടിയെന്ന് മനസ്സിലാക്കി. അതിൽ അദ്ദേഹത്തിന് ഇപ്പോൾ വലിയ ബേജാറുണ്ട്. കാരണം സുധാകരൻ ഗ്രൂപ്പുകാർ പിന്നീട് പേരാവൂരിൽ വലിയ തെരഞ്ഞെടുപ്പ് രംഗത്തു നിന്നൊക്കെ മാറി നിൽക്കുകയും ഇദ്ദേഹത്തിനെതിരെ അന്ന് സീറ്റ് നിഷേധിച്ചപ്പോൾ വലിയ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടക്കുകയൊക്കെ ചെയ്തു. ഇപ്പൊ പേരാവൂരിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചൊരു സ്ഥലമല്ല എന്നും കൂടി, കോൺഗ്രസ് അങ്ങനെ ഭൂരിപക്ഷത്തിൽ ജയിച്ച സ്ഥലമല്ല എന്നുകൂടി കാണണം. ആ മണ്ഡലത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുക നമുക്കറിയില്ല. എങ്കിൽ പോലും വക്കീൽ ഭയങ്കരമായി ഭയന്നിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണണം. അതുകൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമപ്രവർത്തകരോട് വളരെ രൂക്ഷമായി സംസാരിക്കുകയും സാധാരണ വളരെ സൗമ്യനായി സംസാരിക്കുന്ന സണ്ണി വക്കീൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം പ്രതികരിച്ചതൊക്കെ കുറച്ചും കൂടി റാഷായിട്ടാണ് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. സണ്ണി വക്കീലിന് യഥാർത്ഥത്തിൽ ഈ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വലിയ ഭാരിച്ച ചുമതലയാണ്. ഇതൊരു മുൾക്കിരീടമായി അദ്ദേഹത്തിന് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മളിൽ കാണണം. അതുകൊണ്ട് നമ്മൾ നേരത്തെയൊക്കെ കുറേ KPCC അധ്യക്ഷന്മാരുടെ ലിസ്റ്റ് പറഞ്ഞു. അതിൽ തെന്നല ബാലകൃഷ്ണപിള്ളയായിരുന്നു കുറച്ച് ദുർബലനായ KPCC അധ്യക്ഷൻ എന്നായിരുന്നു സാധാരണ പറഞ്ഞത്. പക്ഷേ തെന്നല ബാലകൃഷ്ണപിള്ള രക്ഷപ്പെടാൻ പോവാണ്. കാരണം അദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് തെന്നല ബാലകൃഷ്ണപിള്ളക്ക് നല്ല പേരുണ്ടാകാൻ പോവുകയാണ്. കാരണം അതിനേക്കാൾ ദുർബലനായ ഒരു KPCC അധ്യക്ഷനായിട്ട് ഇപ്പോൾ തന്നെ സണ്ണി വക്കീൽ മാറിയിരിക്കുന്നു എന്നുള്ള അതിൻ്റെ ഒരു ചരിത്രം.